നമസ്കാരം. എന്തിനും ഏതിനും സർക്കാരിനെയും ഇടതുപക്ഷത്തെയും കുറ്റം പറയുന്ന പ്രതിപക്ഷ നേതാവിന് പാർട്ടിയിലെ തമിഴ് കുത്തൽ കാണാൻ ഒട്ടും സമയമില്ല. അത് ഉണ്ടാകില്ല. കാരണഭൂതന് എവിടെയാ ഇതിനൊക്കെ നേരം, അല്ലെ? ഓടി ഓടി തളർന്ന് നോക്കാവുന്ന അണ്ടർഗ്രൗണ്ടുകളെല്ലാം നോക്കിയിട്ട് അവസാനം BJPയിൽ നിന്നും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചെന്ന് കയറി. പദവികൾ എന്നും എല്ലാവരുടെ വീക്ക്നെസ് ആണ്. ഓന്തും തെളിയിച്ചിരിക്കുകയാണ് അതും തന്റെ വീക്ക്നെസ് ആണെന്ന്. ഓന്ത് സ്നേഹം തേടി എത്തിയപ്പോ അതാ വരുന്ന മുരളീധരന്റെ വക നല്ല ഒന്നാം തരം ട്രോൾ. സ്നേഹത്തിന്റെ കടയിൽ എത്തിയ ആൾ ഒടുവിൽ വെറുപ്പിന്റെ ഫാക്ടറിയിൽ പോകരുത് എന്നാണ് മുരളീധരൻ ട്രോൾ ചെയ്തത്. ഇതൊക്കെ കേട്ടാൽ ഓന്ത് സന്ദീപിന് എന്ത് കുലുക്ക ഉണ്ടാവാനാ? കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓന്ത് സ്നേഹം തേടി എത്തിയപ്പോ നമ്മ സുധാകരന് ആകെ വള്ളിക്കെട്ടായത്. ഓന്തിന്റെ കണ്ണെത്തിയത് മറ്റെങ്ങും അല്ല, അത് സുധാകരന്റെ കസേരയിലേക്കാണ്. പെട്ടു. ആര്? മറ്റാരാണ്? നമ്മ സുധാകരൻ തന്നെ. സുധാകരനിട്ട് നല്ല എമ്മണ്ടം പണിയാ നൽകിയത്. മറ്റാരാ പണി നൽകാൻ? VD സതീശൻ തന്നെയാണ്. അക്കാര്യത്തെ വേറെ ഒരു സംശയവും വേണ്ട. പണ്ടേ സതീശൻ ചേട്ടനും സുധാകരൻ ചേട്ടനും ഒരു ചേർച്ച കുറവുണ്ട്. സന്ദീപ് എത്തിയപ്പോ ആ ചേർച്ച അങ്ങ് ഒന്നും ശരിയായെന്ന് വേണം പറയാൻ. വാ മോനെ സന്ദീപേ വാ, തരാം നല്ല KPCC ജനറൽ സെക്രട്ടറി കസേര. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് KPCC പുനഃസംഘടനയ്ക്ക് മുമ്പ് തീരുമാനം വരും. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ധാരണ എന്നാണ് സൂചന. എന്നല്ല, ഇതൊക്കെ അടിയിലങ്ങ് തീരുമാനമായ കാര്യ. തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങുമെന്നുമാണ് സന്ദീപിന്റെ നേതൃത്വത്തെ അറിയിച്ചത്. പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്നാണ് AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പറഞ്ഞത്. ശരിയാണ്, ഇത്രയും കാലം നിന്ന BJP കിട്ടാത്ത സ്നേഹം കോൺഗ്രസ് വാരിക്കോരി തന്ന എങ്ങനെ അത് വേണ്ടാന്ന് പറയാന്? അവർക്ക് അങ്ങ് വേദനിച്ചാലോ? അതുകൊണ്ട് എന്ത് പദവി എന്നാലും ആ സ്നേഹക്കടലിൽ നിന്ന് തന്നാൽ സ്വീകരിക്കുമെന്ന ഓന്ത് ചേട്ടന്റെ പക്ഷം. സംസ്ഥാന നേതൃത്വത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആളല്ല താനെന്നും തെരഞ്ഞെടുപ്പ് ജയം നേതൃത്വത്തിനുള്ള അംഗീകാരമാണെന്നാണ് സന്ദീപ് അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകാധിപത്യത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസത്തിലാണ് താനെന്ന്. പിന്നല്ലാതെ എന്ത് പറയാനാ? ദില്ലിയിലെത്തിയ സന്ദീപ് വാര്യർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. എന്തായാലും കൂടിക്കാഴ്ച നടത്തി അവസാനം ജനറൽ സെക്രട്ടറി കസേര അങ്ങ് ഉറപ്പിച്ചിരിക്കുക സന്ദീപ്. നമുക്ക് വരും കാര്യങ്ങൾ നോക്കിയിരുന്നു കാണാം.